ഹലോ നമസ്കാരം. എൻ്റെ പേര് ജ്യോതിഷ്. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ വരുത്താൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളത് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാൻ പോകുന്നത് ഇല്ലീഗൽ ബാക്ക് സൈഡിലോട്ടാണ്. എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രാവൽ വ്ളോഗിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ട്രാവൽ വ്ളോഗാണ് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു വിഷും. അതായത് എനിക്കത് ചെയ്യണമെന്നൊരു എന്തെങ്കിലും വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രാവൽ വ്ളോഗ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഇത് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ ഇന്നുള്ളത് ഇല്ലീഗൽ ബാക്ക് സൈഡിലാണ്. ഒരു 3-4 കിലോമീറ്റർ താഴെയാണ് ഇല്ലീഗൽ ബാക്ക് സൈഡ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോട് ആകാറായി. ഇപ്പം ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം, ഇല്ലീഗൽ ബാക്ക് സൈഡ് തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ വീടിൻ്റെ അറൗണ്ട് 20 കിലോമീറ്റേഴ്സ് ഉള്ളിലായതുകൊണ്ടും, പിന്നെ പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ രാവിലെ തന്നെ വരാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് എക്സ്ട്രാ ആയിട്ട് പറയാനും പറ്റും. അപ്പോൾ വേറെടുത്ത് പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയുന്നതിലും കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തൊട്ടടുത്ത് തന്നെ ഈ ലീഗൽ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇന്നുവരെ നടന്നില്ല. ഞാൻ ഇപ്പോൾ കുറേ നാട്ടിൽ വന്നിട്ട് കുറച്ച് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെയൊക്കെ ക്യാമറ എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ അതിന് പറ്റിയിരുന്നില്ല. അപ്പം ഇന്നാണ് അതിനൊരു അവസരം, അല്ലെങ്കിൽ ഇന്നാണ് അതിന് പറ്റിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വ്ളോഗ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതായത് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റാ 360 എന്ന് പറയുന്ന ക്യാമറയിലാണ്. അപ്പോൾ ഈ ക്യാമറ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു POV ഷോട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നതല്ല. അതുകൊണ്ട് ഇതിൻ്റേതായ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. പിന്നെ നമ്മുടെ മൈക്ക് ഈ പറയുന്നത് പോലെ എല്ലാ എക്സ്പെൻസീവോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾക്ക് ചിലപ്പം നല്ലപോലെ കേൾക്കാൻ പറ്റാതെയൊക്കെ വരും. ഇങ്ങനെ വിൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരുപാട് വോയിസിന് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇനി ഫ്യൂച്ചറിൽ ഞാനതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കൊരു അപ്ഡേഷൻ നടക്കുന്നതല്ലായിരിക്കും. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പോരായ്മകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇല്ലീഗലിൽ ഞാൻ ബാക്ക് സൈഡിലോട്ട് ആദ്യം പോകുന്നതല്ല, ഒരു 3 തവണയോളം ഞാൻ പോയിട്ടുണ്ട്. ഒന്നാമത്തെ തവണ പോയപ്പം അത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഞാനും വേറെ ചേട്ടനും കൂടെയാണ് ഇവിടെ വന്നത്. അപ്പം അത് ആദ്യം പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലായിരുന്നു. 2 തവണ വന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒരു തവണ രാവിലെയും വന്നു, ഒരു തവണ ഉച്ചയ്ക്കും വന്നു. അപ്പോൾ 2 തവണ ആദ്യം രാവിലെ വന്നപ്പം എനിക്ക് ക്ലൗഡ് ബഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ക്ലൗഡ് ബഡ്സൊക്കെ കാണാൻ പറ്റിയ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ക്ലൗഡ് ബഡ്സ് കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു 2ാമത് വന്നപ്പോൾ. 3ാമത് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അത് ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂട് മാത്രമല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ മേലോട്ട് കയറാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അതുപോലെ ചൂടടിക്കുന്നു, നമ്മൾ പെട്ടെന്ന് ടയേർഡാകുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇല്ലീഗൽ എന്ത് തന്നെ ആയിരുന്നാലും ഇല്ലീഗൽ ബാക്ക് സൈഡ് ഏതൊക്കെ ക്ലൈമറ്റിലാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഒരു എന്നാ പറയുന്നത്, അങ്ങോട്ട് നമ്മൾ പോകുന്ന റോഡും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്തിൻ്റെ മേളിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് താഴോട്ടുള്ള അടിവാരത്തിലെ ആ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ആ ഒരു ഭംഗിയുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ അടിവാരത്തിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് തന്നെ ഭയങ്കര രസമാണ്. അതിൻ്റെ കൂടെ നമുക്ക് രാവിലെ ചെല്ലുമ്പോൾ കുറച്ച് ക്ലൗഡ് ബഡ്സ് കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു അനുഭവമല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ലീഗൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഏത് സമയത്ത് ചെന്നാലും. പക്ഷേ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. വെയിലാണെങ്കിൽ വെയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വെയിലൊട്ടും പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ
ഈ ഒരു സമയത്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇല്ലിക്കൽ ഈസ് സോ ബ്യൂട്ടിഫുൾ. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടാണോ തോന്നുന്നു. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ മുകളിലിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ ബാക്ക് സൈഡിലേക്ക് നമ്മൾ എത്തി. ഒരുപാട് ബൈക്കുണ്ട്. ഒരുപാട് ക്രൗഡാണ്. ക്രൗഡാണ്. ഈ കാണുന്നതാണോ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഫസ്റ്റ് വ്യൂ. അതായത് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഉള്ള ഫസ്റ്റ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ബാക്ക് സൈഡിൻ്റെ. അതായത് ആ വഴി കയറി വന്നിട്ട് ആ റോഡിൻ്റെ എൻഡിൽ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. കടകളുടെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ വന്ന് കറങ്ങി ഇതിൽ വന്നിട്ട് ഇതിലെ ചെറിയൊരു സ്റ്റീപ്പുള്ള കയറ്റമുണ്ട്. ആ കയറ്റം കയറി ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ സ്പേസ്. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ ഞാനിവിടെ വന്ന് ഒരു റെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു സ്ഥലം കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ നിന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചെറിയൊരു കട്ടനൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. ഇവിടെ എവിടെയെങ്കിലും തണലത്ത് ഇങ്ങനെ കയറി ഇരുന്ന് കുടിക്കാം എന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷേ ഇവിടെ തണൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് നല്ല സ്പോട്ടാണിത്. അവിടെ നല്ല വ്യൂ ഉണ്ട്, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. മുകളിലോട്ട് മാറുന്നാലും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് കട്ടനൊക്കെ കുടിച്ചിട്ട് പയ്യെ പോകാം. കയറി വരുമ്പോൾ ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ കാണും. ആൻഡ് മേലോട്ട് നോക്കുമ്പോഴും അതുപോലെ സ്റ്റീപ്പായി നീണ്ട് നിവർന്ന് കിടക്കുന്ന കയറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇതൊക്കെ നമുക്ക് കയറാനുള്ളതാണ്. ഇതാ ഈ മലയുടെ തൊട്ടപ്പുറം നിന്നപ്പോൾ ഞാൻ ഓർത്തു അവിടുന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും കഴിഞ്ഞു, ഇവിടുന്ന് നമുക്ക് ഇല്ലിക്കലിൻ്റെ ആ സൈഡ് കാണാൻ പറ്റുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ്, ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇവിടുന്നും ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട് മുകളിലോട്ട്. അങ്ങനെ കയറി അവിടെ ചെല്ലുമ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോൾ അവിടുന്ന് കറങ്ങി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി വേറെ ടേണിങ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ചിലപ്പം അതായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതായത് അവിടെ വരെ നമുക്ക് ചെല്ലാൻ പറ്റത്തതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ മുകളിലെ ടോപ്പിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ അത്രയും അഡ്വഞ്ചറാകാൻ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവരൊക്കെ 2, 3, 4 പേരൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് അത്രയും മുകളിലോട്ട് കയറുന്നില്ല. എന്നാൽ പോലും ഞാൻ ഇതും കൂടെ ഈ കയറ്റം കൂടെ കയറി അവിടെ ചെന്നിട്ട് ആ വിഷ്വലും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഭയങ്കര ഭംഗിയായിരിക്കും. കാരണം ഇല്ലിക്കലിൻ്റെ ആ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ കാപ്പിടി സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാപ്പി കുടിക്കാം. ഇനി ഞാനിവിടുന്ന് കാപ്പി കുടിച്ചാൽ കാപ്പി മൊത്തം തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അപ്പോൾ അങ്ങോട്ട് പോകാം. ഞാനിതുവരെ എക്സ്പെക്റ്റ് ചെയ്ത് വന്ന പോലല്ല. അവിടെ വരുമ്പോൾ ഏകദേശം അടുത്തെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടുന്ന് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്റ്റീപ്പ് കയറ്റവും കയറി മേളിൽ ചെന്ന് അവിടുന്ന് ആ കാണുന്ന വഴി കൂടെ പോയിട്ട് ഇത് ആ കാണുന്ന മലയിലാണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ അത്രയും ദൂരം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. നമുക്കപ്പം ഇത് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇല്ലിക്കലിൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ടോപ്പിലാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലല്ല, ഇത് ആ കാണുന്നതാണ് കുരിശുമല. നമുക്ക് ഈ കാണുന്ന വഴി കൂടെ അങ്ങനെ കുരിശുമല ചെല്ലാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് അതാണ്. അവിടെ നിന്നാണ് കുറച്ചൊരു സ്ട്രെയിറ്റ് ആളുള്ള ഇല്ലിക്കലിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ കാണുന്ന വ്യൂ പോയിൻറ്റ്. അതും പിന്നെ ആ താഴെ കാണുന്ന അതുമാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഈ വ്യൂ പോയിൻറ്റ്. അതിങ്ങനെ കയറി ഇവിടെ വരുമ്പോൾ വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇല്ലിക്കൽ. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഈ താഴെ നിന്ന് ഇങ്ങനെ കോടയെല്ലാം കയറി വന്ന് ഭയങ്കര മനോഹരമാകുന്നുണ്ട്. പക്ഷേ കോട കയറി കഴിഞ്ഞാൽ ഈ പോകുന്ന ഭാഗം ചിലപ്പോൾ കോട മൂടിയാൽ നമുക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ അവിടെ ചെല്ലാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇല്ലിക്കലിൻ്റെ വ്യൂ. നമുക്ക് നല്ലപോലെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പോകാം.
ഇതാണ് ഇല്ലീഗലിൻ്റെ ടോപ്പ് വ്യൂ. അതായത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ താഴെ നിന്ന് കണ്ട, അതായത് ഞാൻ കാണിക്കാം. ഇത് നമ്മളത് ആ സൈഡിൽ നമ്മൾ പറഞ്ഞ അവിടുന്ന് ഇത് കാണാൻ പറ്റത്തില്ല, നമ്മൾ ആ സൈഡിൽ നിന്ന് പറഞ്ഞ ആ ഒരു കുരിശ് ഇതാണ്. അപ്പോൾ നമ്മൾ അവസാനം ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര 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 ഭംഗിയാണ് ഇവിടുന്ന് കാണുമ്പോൾ, ഭയങ്കര വിഷ്വലാണ് ഇവിടുന്ന് കാണുമ്പോൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ കോട കയറിക്കൊണ്ടിരിക്കണം ആ സൈഡൊക്കെ. അങ്ങനെ വന്ന ഇതാണ് നമ്മുടെ ഇലിയക്കല്ല്. ഇലിയക്കല്ലിൻ്റെ ബാക്ക് സൈഡ് അതാണ്. നമ്മൾ ഈ കാണുന്ന കുരിശുമലയുടെ താഴേക്കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത്, അതായത് ലാസ്റ്റ് പോയിൻറ്റിലൂടെ എല്ലാം പറ്റും. ഇലിയക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന ലാസ്റ്റ് പോയിൻറ്റിലേക്ക് അവിടെ എത്താൻ പറ്റും. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. അവിടെ നിന്ന് കഴിയുന്ന ഇതാണ് ഇല്ലിക്കല്ല്. ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോട കയറിയേക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അവിടെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ വഴി രണ്ട് സൈഡിലോട്ട് സ്റ്റീപ്പായിട്ട്, ഭയങ്കര സ്റ്റീപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ ഒരു വഴി കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എങ്ങാനും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സ്പീഡ് കൂടി പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ഇറങ്ങി വരാവുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം. അതെല്ലാം നമ്മുടെ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ സെൽഫിനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇങ്ങനെ യാത്രകളൊക്കെ നല്ലതാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സേഫ്റ്റിയാണ്. നിങ്ങൾ നല്ല ഗ്രിപ്പുള്ളൊരു ഷൂ തന്നെ പ്രിഫർ ചെയ്യുക. ഇങ്ങോട്ട് വരുമ്പം നല്ല ഗ്രിപ്പുള്ളൊരു ഷൂ തന്നെ പ്രിഫർ ചെയ്യുക. അത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ മാക്സിമം സമയമില്ലാത്തപ്പം ഇലിയക്കല്ല് ബാക്ക് സൈഡിലേക്കുള്ള വരവ് നിങ്ങൾ ഒഴിവാക്കണം. മാക്സിമം നല്ല അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സമയം എടുക്കും കയറി വരാൻ. കാരണം നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ച് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്യാരി ബാഗിൻ്റെ അകത്ത് ഒരു ബോട്ടിൽ വെള്ളമോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നാക്സ് എടുക്കുക. ഒട്ടും വെയിറ്റ് ആകാതെ നിങ്ങൾ ക്യാരി ബാഗ്, അതായത് ബാക്ക് പാക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ കയറി വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ മാക്സിമം ഒരു ടൈംലി ഒരു ഇൻ്റർവെൽ എടുക്കുക. ടൈംലി അവിടെ താഴെയൊക്കെ ഇരിക്കാനും സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നവർക്കും കയറി വരാത്തവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സ്പേസൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ അവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ ശ്രമിക്കുക. നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോഴാണെങ്കിലും കയറി വരുമ്പോഴാണെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സേഫ്റ്റി തന്നെ പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് മാത്രം വരിക. ഒട്ടും റഷ് ചെയ്യാതെ, ഒട്ടും ധൃതി ഭയങ്കരമായിട്ട് കൂട്ടാതെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സമയമെടുത്ത് വരിക. എന്നാലും നിങ്ങൾക്ക് ഇല്ലിക്കല്ല് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് വന്നാലും പ്രശ്നമില്ല, പക്ഷേ 2 പേര് കൂടി വരുന്നതാണ് നല്ലത്. കാരണം ഇതിങ്ങനെ ഭയങ്കര കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഒരാളും കൂടി വരുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പം നിങ്ങൾ ഒട്ടും റഷ് ചെയ്യാതെ സമയമെടുത്ത് എല്ലാം കണ്ടും കേട്ടും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ വരിക. അതാണ് നിങ്ങൾക്ക് ഇല്ലിക്കല്ല് എക്സ്പീരിയൻസ്. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഇല്ലിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടുത്തെ കാഴ്ചകളെ കാണാനും പറ്റിയ ഏറ്റവും നല്ല കാര്യം. ഒട്ടും റഷ് ചെയ്യാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ധൃതി വെക്കാതെ വരിക, കാണുക, സാറ്റിസ്ഫൈഡ് ആകുക, തിരിച്ചു പോവുക. ഇല്ലിക്കൽ ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്തില്ല. നിങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഇതുപോലെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അതായത് ഈ ഹാൻഡ് റെയിൽസൊക്കെ ഉണ്ട്. ഈ ഹാൻഡ് റെയിൽസിലൊക്കെ നിങ്ങൾ പിടിച്ച് പയ്യെ ഇറങ്ങി വന്നാൽ മതി. ഇവിടെ തൊട്ട് ഇങ്ങനെ സ്റ്റീപ്പാണ്. ഈ പാറപ്പുറത്തോടെ എങ്ങനെ ഇറങ്ങി താഴോട്ട് ഇങ്ങനെ അങ്ങ് പോകണം. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വന്ന് കയറിയിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള സ്ഥലം ഇതിവിടെയായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ആ കൈവരിലൊക്കെ പിടിക്കുക. അതിനൊരു ബലമൊന്നുമില്ല, കൂടുതൽ ബലം കൊടുക്കരുത് ഇതിനൊന്നും. കാരണം ഈ കമ്പിയിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ കയറി വരാൻ ശ്രമിക്കുക. പിന്നെ ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും മാക്സിമം പിടിച്ച് ഇരുന്നൊക്കെ ഇറങ്ങി പോവുക. ഒട്ടും ധൃതി വെക്കാതെ പയ്യെ ഇറങ്ങിപ്പോയാൽ മതി. ഇഷ്ടംപോലെ സമയം നമുക്ക് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പയ്യെ ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല റിയൽ സ്ട്രഗിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാണെന്ന് തോന്നുന്നു. ഈ താഴെ കാണുന്ന ഇതിൽ നമ്മളിങ്ങനെ കറങ്ങി കാണുന്നിടത്തോട്ട് പോകണം. ഇതാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്ന് പതുക്കെയൊക്കെയാണ് പോകുന്നത്. ഈ കൈവേയിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര റിയൽ സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വരിക.
നമ്മൾ ആ വന്ന കല്ലിൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്ത് കറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വഴിയാണ് താഴോട്ട് പോകാൻ പിന്നെയും വരുന്നത്. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ആ കാണുന്നത് മൊത്തം സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് കാല് തന്നിപ്പോൾ പിന്നെ നമുക്ക് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് അത് വഴിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതുവഴി പയ്യെ പോകാൻ ശ്രമിക്കുക. വളരെ പയ്യെ പതുക്കെ നിർത്തി പയ്യെ ഇറങ്ങിപ്പോയാൽ മതി, ഒട്ടും ധൃതി പിടിക്കാതെ. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ താഴെ എത്താറായി. ഇനി കുറച്ചുകൂടി ഉള്ളത് താഴോട്ട് ചെല്ലാൻ. അതായത് നമ്മൾ ആദ്യം നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് 2 വഴിയായിട്ട് തിരിയുന്നുണ്ട്. ഞാൻ ആ വഴി കാണിക്കാം. ആ വഴിയിൽ ആദ്യത്തെ വഴിയിൽ റൈറ്റിലോട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റീപ്പായിട്ട്, അതായത് കുറച്ചുകൂടി അഡ്വഞ്ചറായിട്ട് കയറി പോകണം എന്നുള്ളവർക്ക് ആ വഴി തിരഞ്ഞെടുക്കാം. ഇല്ല കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് കുറച്ച് കയറ്റങ്ങളൊക്കെ കയറി കുറച്ച് തിരിഞ്ഞ് വളവും തിരിവൊക്കെ ആയിട്ട് കയറി പോകണം എന്നുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചിറങ്ങി വരുന്ന ഈ വഴി കൂടെ വരാം. ഇതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ആക്സസ് ഈസി ആയിട്ടുള്ളത്. കാരണം ആ വഴി കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളും പിന്നെ ഒരു പാറയും ഒക്കെ കയറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ വഴി തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വ്യൂ കണ്ട് പോകണം, അതായത് റോഡിൻ്റെ വ്യൂ കണ്ട് പോകണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ വഴിയാണ് നല്ലത്. ഞാൻ ആ വഴി കാണിക്കാം. ആ വഴിയാണ് നല്ലത്. കാരണം ആ വഴി ടോപ്പിൽ ചെല്ലുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ, റോഡിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 വഴിയാണുള്ളത്. ഞാൻ ആ വഴിയും കൂടെ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ വഴി. നമ്മൾ ഇതിലെയാണ് കയറി വരുന്നത്. ഇതിലിങ്ങനെ കയറി വന്നിട്ട് ഇതിലേ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമൊക്കെ ഉള്ള വഴി. ഇതിലെയാണ് കുറച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് വളവും തിരിവൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ വഴി ഇതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അതായത് ഈ വഴി പോകുകയെന്നുണ്ടെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ റോഡിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ റോഡിൻ്റെ വ്യൂ കണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വഴി പോകുന്നതായിരിക്കും ബെസ്റ്റ്. കുറച്ചുകൂടെ അഡ്വഞ്ചർ ആകണം, കുറച്ചുകൂടെ എന്നാ പറയുന്നത് കുറച്ചുകൂടെ അഡ്വഞ്ചറായിട്ട് പോകണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അങ്ങനെ നമ്മളിത് താഴോട്ട് ഇറങ്ങി ഇവിടെ വന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കവാടം. ഇതിലാണ് നമ്മുടെ അഡ്വഞ്ചറിലേക്ക് പോകുന്ന സ്ഥലം. അങ്ങനെ ഫൈനലി നമ്മൾ വലിയൊരു ടാസ്കിന് ശേഷം നമ്മൾ താഴോട്ടിറങ്ങിയത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഇല്ലിക്കൽ ബാക്ക് സൈഡ് റോഡ്, ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ കോട്ടയം. അപ്പോൾ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ ടോപ്പിൽ പോയിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് ഒരു മസ്റ്റ് വിസിറ്റ് ആണ്, മസ്റ്റ് ട്രൈ ആണിത്. കാരണം നല്ല ഒരു എന്നാ പറയുന്ന അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും, അതായത് നല്ലൊരു വ്യൂ മേളിൽ നിന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്കും, ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു വിഷ്വൽ തന്നെ നിങ്ങൾക്ക് മേളിൽ ചെല്ലുമ്പോൾ കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മേളിൽ ചെല്ലുമ്പം നിങ്ങളുടെ ലക്ക് പോലിരിക്കും. ചിലപ്പോൾ കോട കൊണ്ട് ചിലപ്പോൾ കവർ ചെയ്ത് ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ നമുക്ക് കല്ല് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യും. ഒരു 10-15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ മാറി വരും. ആ സമയത്ത് നിങ്ങൾക്ക് അത് നല്ല വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റും. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും കല്ലുകളും പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പൂഴിയും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം കുറച്ച് ഗ്രിപ്പുള്ള ഷൂ ഇട്ടുകൊണ്ട് വരാൻ ശ്രമിക്കുക. പിന്നെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം പതുക്കെ കയറി പോകാനും ഇറങ്ങി വരാനും ശ്രമിക്കുക. അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുമ്പം തിരിച്ച് കയറി പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് തിരിച്ചിറങ്ങി വരാൻ. അത് എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചിറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് മേളിൽ താഴോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സ്ഥലം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിറങ്ങി വരിക. അത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് പയ്യെ ഇരുന്നൊക്കെ ഇറങ്ങി വരാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും തന്നെ ഈ ഒരു ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് വന്ന് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കയറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, ഇവിടങ്ങളുള്ളവർ. അപ്പം ഇത് കാണുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ലൈഫിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്.
ലീഗിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പം അതിൻ്റേതായ, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് കാണും. അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവസാനം ഞാനത് എടുത്ത് പറയുന്നു. പിന്നെ ഞാൻ തുടർന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം മുമ്പോട്ട് അടുത്ത സ്പോട്ടിലിട്ട് പോയിട്ട് അവിടെ പോയി കാര്യങ്ങളെല്ലാം ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നല്ലതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും മാക്സിമം. അപ്പം ഇനി മുന്നോട്ട് എൻ്റെ വീഡിയോസ് കാണാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു നമുക്ക് ഇതെന്തിനാണെന്നറിയില്ല, പക്ഷേ നമുക്ക് ഭാവിയിൽ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അധികം വൈകാതെ തന്നെ ഇവിടെ വരും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഈ കുട്ടി വ്ളോഗിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്ത് നല്ലതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇതിലൂടെ ഞാൻ എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ബൈ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.